സ്കാനിങ് സെൻറ്ററിലെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഞങ്ങളുടെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് സീറ്റൊക്കെ കാലിയായിരുന്നു. എനിക്ക് വീഡിയോ എടുത്ത് അർമാദിക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടി. ജെൻഡർ അറിയാമെന്നുള്ളത് 20th വീക്ക് സ്കാനിങ്ങിൽ ഏറ്റവും ലാസ്റ്റ് കാര്യമാണ്. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് ഇന്ന് ജെൻഡർ അറിയൂലോ എന്നുള്ളതായിരുന്നു. എനിക്ക് സർപ്രൈസസ് തീരെ പറ്റത്തില്ല. സുഗുനെ കൊല്ലാൻ നോക്കിയത് റസിയാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ്മേറ്റ്സ് കാണാനിരുന്നത് തന്നെ. അതിപ്പം മാടമ്പള്ളിയിലെ മനോരോഗി ഗംഗയാണെന്ന് അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും ഇരുന്ന് മണിച്ചിത്രത്താഴ് കാണുന്നത്. പക്ഷെ ഇന്നത്തെ കാര്യത്തിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ജെൻഡർ എന്നറിയാൻ പറ്റുമെങ്കിലും ഞങ്ങൾ ഇന്ന് അറിയുന്നില്ല. ചെറിയൊരു ഫംഗ്ഷൻ വയ്ക്കാനാണ് പ്ലാൻ. അങ്ങനെ 1 മാസത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ആ ദിവസം എത്തി. ഇന്നറിയും ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ജെൻഡർ. ഫ്രണ്ട്സിൻ്റെയൊക്കെ അവൈലബിലിറ്റി നോക്കി ഫിക്സ് ചെയ്തൊരു ദിവസമായിരുന്നു. കോയിൻസിഡൻ്റലി ഇന്ന് മദേഴ്സ് ഡേ കൂടിയാണ്. എന്താണെന്നറിയില്ല, ഈ ഫംഗ്ഷൻ്റെ വീഡിയോ എടുക്കാൻ ഒരു പ്ലാനും എനിക്കില്ലായിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ കൂടി എടുത്ത വീഡിയോ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് കിട്ടിയത് കൂട്ടിച്ചേർത്താണ് ഞാൻ ഈ വ്ളോഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ വോട്ടെടുപ്പായിരുന്നു. അവിടെ ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോർഡിനകത്ത് ബേബി ബോയ് ആണോ ബേബി ഗേൾ ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യണം. പരിപാടി മൊത്തത്തിലൊരു ബ്ലൂ മയമായിരുന്നേ. വന്നോരും നിന്നോരും ഒക്കെ ബ്ലൂ കോസ്റ്റ്യൂം. ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ ബേബി ഗേളിന് വോട്ടേ ഉണ്ടാവില്ല എന്ന്. കാരണം വിരളിൽ ഉണ്ടാവുന്നവർ മാത്രമാണ് പിങ്ക് കോസ്റ്റ്യൂമിൽ വന്നത്. പക്ഷേ ചിലരുടെയൊക്കെ മനസ്സ് ചാഞ്ചാടി കേട്ടോ. പിങ്ക് ഇട്ട് വന്നവർ ബ്ലൂവിന് കുത്തി, ബ്ലൂ ഇട്ട് വന്നവർ പിങ്കിന് കുത്തി. ഇങ്ങനെ ഓരോരുത്തരുടെ ഗസ്സിങ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫംഗ്ഷൻ ഇൻഡോർ വെക്കണോ ഔട്ട്ഡോർ വെക്കണോ എന്നൊക്കെ കുറേ ഡിസ്കസ് ചെയ്തിരുന്നു. ക്ലൈമറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഫംഗ്ഷൻ ഇൻഡോർ ആക്കിയത്. എല്ലാവരുടെയും സൗകര്യം നോക്കി മിന്റ് ലീഫ് റെസ്റ്റോറൻറ്റിലാണ് ഫംഗ്ഷൻ വെച്ചിരുന്നത്. നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല ഫുഡും. ഇവിടെ ടീം ബോയും ടീം ഗേളും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്കിത് വല്ലാത്തൊരു അനുഭവമായിരുന്നേ. ഒരു പുതിയ തരം കാത്തിരിപ്പ്. ഈ പരിപാടി നടക്കുന്നത് എൻ്റെ 6ാം മാസത്തിലാണ്. 5 മാസം അതെങ്ങനെയാ പോയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഷടപടയെന്നായിരുന്നു. പക്ഷെ 5ൽ നിന്ന് 6ാം മാസത്തിലേക്കുള്ള ദൂരം അതൊരു വല്ലാത്ത ദൂരമായിരുന്നു. നീങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഗ്രീഷ്മയായിരുന്നു കേട്ടോ ഞങ്ങളുടെ സീക്രട്ട് കീപ്പർ. അവള് 1 മാസം ആരുടെ അടുത്തും പറയാതെ പിടിച്ചു നിന്നല്ലോന്നാ. അപ്പൊ അവൾ വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. പക്ഷെ അവള് പറഞ്ഞു ഞാൻ വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവള് ബ്ലൂവിന് പോയിട്ട് വോട്ട് ചെയ്തു. അപ്പൊ ഞാൻ ഉറപ്പിച്ച് ബേബി ബോയ് തന്നെ. അവളുടെ ബ്ലൂ ഡ്രസ്സ് ഞാൻ അധികം കൺസിഡർ ചെയ്തിരുന്നില്ല. കാരണം അവള് ജെൻഡർ അറിയുന്നതിന് മുമ്പേ പറയുമായിരുന്നു അവള് ഫംഗ്ഷന് ബ്ലൂ ഡ്രസ്സ് ആയിടുന്നതെന്ന്. ചേച്ചിയുടെ ആയിരുന്നു കേട്ടോ ലാസ്റ്റ് വോട്ട്. ചേച്ചി അത് ബേബി ബോയ്ക്ക് കൊണ്ടേ കുത്തി. അങ്ങനെ ബേബി ബോയ് ഓരോ വോട്ടിന് ലീഡ് ചെയ്തു. ഇപ്പൊ ഞാൻ വീഡിയോ കണ്ടപ്പോഴാട്ടോ ശ്രദ്ധിക്കണേ, ആ വോട്ടും എണ്ണി മൈക്കും പിടിച്ചോണ്ട് നടന്നിരുന്ന മഹാൻ വോട്ട് ചെയ്തിട്ടില്ല. ആക്ച്വലി ഞങ്ങൾ 2 ഗേൾസ് ആയതുകൊണ്ട് എനിക്ക് ബോയ്സിനോടായിരുന്നു ചായ്വ്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല സത്യത്തിൽ. കണ്ണു കൊടുത്തിട്ട് ഇല്ല ബോയാണെങ്കിലും ഗേൾ ആണെങ്കിലും ഹാപ്പി. പിന്നെ ചെറിയൊരു ഗെയിമും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതിന്റെയൊക്കെ ഫുൾ ക്രെഡിറ്റ് ഗ്രീഷ്മയ്ക്കും ചേച്ചിക്കും നിസാമിനും രമ്യക്കും ഒക്കെയാണ്. ഓഡിയൻസ് സപ്പോർട്ട് സ്വഭാവം കൊണ്ടോ. Who is the baby more? Who is?
ഞങ്ങളും പറഞ്ഞ ഗീതു സ്പിൻ ചെയ്യണം. ഞങ്ങൾ എല്ലാരും കാണുന്നില്ല. ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ. തിരിച്ച് തിരിച്ച് ഗീതുന്റെ വീഡിയോ കണ്ടാൽ മതി. അപ്പൊ ഓക്കെ കോമഡി പറയുന്ന ആരെങ്കിലും ഇത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ Who will teach the baby to cook? Who will be the strictest parent? എനിക്ക് തോന്നല്ലേ ബേബി എനിക്ക് Who is more nervous about the labor? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനല്ലേ കൂടുതൽ ടെൻഷൻ. ആദ്യം മറ്റേ അയ്യോ Who will read the bedtime stories? സ്റ്റോറീസ് മാക്സിനാണ് Who will cry when baby is born? Baby ജനിക്കുവാൻ കരയും. ബിഗ് ബോസ് അടുത്തത് Who will take charge of bathroom? ഗീതുവിനെ പതിവില്ല. സത്യാവസ്ഥ നോക്കാല്ലേ മിനിറ്റ് ഒരു മിനിറ്റ് Who suggested baby name? എടാ ഇന്നലെ നീ അവളെ പറഞ്ഞ പേരല്ലേ നീ പറഞ്ഞത്? നാളെ sing the most lullabies. Who wants kids first? Who wants kids first? കൂടുതൽ Who will buy more toys for the kids? Who will buy more clothes for the kids? ആയിരിക്കും 100-10 മേടിക്കും. Who will be up with the baby at night? Who will? ആര് രാത്രി എഴുന്നേറ്റ് യോഗത്തിലൂടെ? മാക്സിൻ ഞാൻ പാല് കൊടുക്കണ്ടോടാ അവന് കൊടുക്കാൻ ഫൈനൽ ക്വസ്റ്റ്യൻ മാച്ചസ് ഒത്തുചേരാൻ നമുക്കുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഇവിടെ എല്ലാം കൊണ്ട് ബോയ്സ് ആണ് ലീഡിങ്. ബ്ലൂ ഡ്രസ്സസ് ആണ് ലീഡിങ്. ബ്ലൂ അവിടെ ഡ്രസ് ബ്ലൂ ആണ് ലീഡിങ്. ഇവിടെ മാക്സിനാണ് ലീഡിങ്. കുറച്ച് പോയായിരിക്കുമോ? കുറച്ച് പോയായിരിക്കും. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ഒരേ സ്ഥലത്തിൽ പറഞ്ഞു നിനക്കൊരു ബേബി ബോയ് ആയിരിക്കും എന്ന്. ഇവൻ എൻ്റെ മമ്മി വരെ പറഞ്ഞു നിനക്കൊരു ആൺകുഞ്ഞാന്നാ തോന്നുന്നതെന്ന്. ചുറ്റുമുള്ളവരൊക്കെ ഇങ്ങനെ ബേബി ബോയ് എന്ന് പറഞ്ഞ് സത്യം പറയാലോ ഞാൻ തന്നെ വിചാരിച്ചു എനിക്കൊരു ആൺകുഞ്ഞാണെന്ന്. അമ്മുവും ആശിഷും മാത്രമാണ് ആദ്യം തൊട്ട് അവസാനം വരെ പെൺകുഞ്ഞെന്ന് പറഞ്ഞു നിന്നത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പ്രധാന ചടങ്ങിലേക്ക് കടന്നു. വാവ്, അതൊരു ഒന്നൊന്നര സംഭവമായിരുന്നു. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ചേച്ചി പോയി ആയിരിക്കും. അയ്യോ ഞങ്ങള് സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയം തൊട്ട് പെൺകൊച്ചിനുള്ള പേര് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ആൺകൊച്ചിന് പേരില്ലായിരുന്നു. ചേട്ടനെന്താ പറയുന്നത്? എടി മേക്കപ്പ് കൂടി അങ്ങനെയല്ല, മാക്സിന്റെ വീട്ടില് 3 ആൺമക്കളായിരുന്നു. അപ്പൊ അവന് പെങ്കൊച്ചു വേണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ പേര് കുറച്ച് പഴയതായി കാണോ? പുതിയ പേര് ആ പേര് പഴയതായി നാട്ടിലെ പേരെടുത്തു. അപ്പൊ ഇപ്പൊ എല്ലാരും പറഞ്ഞു ആങ്കൊച്ചായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് പേരില്ല കൊച്ചിനിടാൻ. എന്നിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഒരു പേരെ കണ്ടു. ഈ വിഷമം മനസ്സിലാവുകയോ? എനിക്ക് കാര്യം പെങ്കൊച്ചായിരിക്കും എന്ന് പറഞ്ഞതല്ല, അവസാനം എനിക്ക് ഒരു ആൺകൊച്ചായി. ആര് ചോദിച്ചാലും ഞാൻ പറയും പെങ്കൊച്ചിന്റെ പേര് ഓക്കെയാ, ആൺകൊച്ചിന്റെ പേരുണ്ട് പക്ഷെ കൺഫ്യൂഷൻ ആണ് ഇങ്ങനെ പറയായിരുന്നു. ഇനിയിപ്പൊ ആ കൺഫ്യൂഷൻ ഞങ്ങക്ക് വേണ്ട. കണ്ണു പറഞ്ഞു. ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ ആൺകൊച്ചാണെങ്കിൽ പെൺകൊച്ചുങ്ങളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ കാലത്ത് പെൺകുട്ടികളെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ. ഇവിടെ പല എക്സാമ്പിൾസ് ഇവിടെ തന്നെ ആണാണോ പെണ്ണാണോ എന്നതിലല്ല, ഇതിപ്പോ 100% റൈറ്റ് ആവണമെന്നില്ല. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഐ ഫെൽറ്റ് സോ ബ്ലെസ്ഡ്. എന്നെ, എൻ്റെ പ്രഗ്നൻസിയെ എല്ലാവരും ട്രീറ്റ് ചെയ്തത് ഭയങ്കര സ്പെഷ്യലായിട്ടായിരുന്നു. സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞപ്പം എൻ്റെ കൂടെ കരഞ്ഞ ചില മുഖങ്ങളും ഉണ്ടായിരുന്നു. എന്താ ഞാൻ പറയുക അല്ലേ? പൊതുവെ ഫങ്ഷൻസ് ഒന്നും ഇഷ്ടമല്ലാത്ത മാക്സിന് ഈ പരിപാടി അറേഞ്ച് ചെയ്തതേ എനിക്ക് വേണ്ടിയിട്ടാണ്. അവൻ ആദ്യം തൊട്ടേ പറയായിരുന്നു ജെൻഡർ റിവീൽ ഫംഗ്ഷൻ വെക്കണം എന്ന്. അതെനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് A to Z കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് മൊത്തം അവരാണ്. കേക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, ഫോട്ടോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റ്, ഇവൻ ഈ ഡെക്കറേഷൻ തൊട്ട് പരിപാടി കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് വരെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അവരെല്ലാവരും പോയത്. പിന്നെ ഗ്രീഷ്മ, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി 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 താങ്ക്സ് കേട്ടോ. എൻ്റെ മമ്മി ചോദിച്ചിട്ടും ബാക്കിയുള്ള ഫ്രണ്ട്സ് ചോദിച്ചിട്ടും നീ ആരോടും ഒന്നും വിട്ടു പറയാതെ ആ രഹസ്യം ഭദ്രാക്കി വെച്ചതുകൊണ്ടാണ് ഈ മൊമെൻ്റ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയത്. ഇതെന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല. എനിക്കെൻ്റെ പപ്പയുടെ സ്വഭാവമാണ് രസതന്ത്രത്തിൽ ഇന്നസെൻറ്റിനെ പോലെ. രഹസ്യം സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി തീരെയില്ല. ഒരു മലയുടെ മുകളിൽ കയറി നിന്നെങ്കിലും കാറിക്കൂവി പറയണം. നമ്മുടെ ഒരു ഫംഗ്ഷൻ എല്ലാവരുടെയും കൂടിയും ഫംഗ്ഷനായി മാറിയപ്പോഴായിരുന്നു ഈ ഫംഗ്ഷൻ ഇത്രയും സക്സസ്ഫുൾ ആയത്. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടത്? താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച്.